ഒരു കാര്യം ചോദിക്കട്ടെ, നേരത്തെ വള്ളങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, പ്രകൃതിക്ക് സെമിത്തേരി ഇഷ്ടമാണ്. ഈ ഒരു എക്സ്പ്രഷനാണ് ഞാൻ പ്രതീക്ഷ, അത് കിട്ടി. സ്വാഭാവികമായിട്ട് നമ്മൾ ആൾക്കാരോട് ചോദിച്ചാൽ ശ്മശാനത്തെ ഇഷ്ടമാണെന്നൊക്കെ ആരെങ്കിലും ചോദിക്കുമോ? പക്ഷേ അതിലുമുണ്ട് ചില സാധ്യതകൾ. കാരണം മാറ്റങ്ങൾ അത് അനുദിനം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ മാത്രമല്ല, ലോകത്തെമ്പാടുമുണ്ട്. നമ്മൾ പറഞ്ഞു വരുന്നത് കേരളത്തിലെ ടൂറിസം മേഖലയിൽ അനുദിനം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവിടെ വരാൻ പോകുന്ന ഒരു സാധ്യതയെക്കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ടൂറിസം വ്യവസായം ആകെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വിദേശ രാജ്യങ്ങളിൽ ഏറെ സ്വീകാര്യത ലഭിച്ച ഒന്നാണ് ശ്മശാന ടൂറിസം. അപ്പോൾ പ്രേക്ഷകർ അത്ഭുതപ്പെടുന്നുണ്ടാവും, ഇങ്ങനെയൊക്കെ ടൂറിസം ഉണ്ടാവുമെന്ന്. പക്ഷെ ഉണ്ട്, ശ്മശാന ടൂറിസത്തിന് കേരളത്തിലും ഏറെ സാധ്യതകൾ ഉണ്ടെന്നാണ് ചില പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. എന്താണ് സംഭവം എന്നല്ലേ നമുക്ക് ആ റിപ്പോർട്ട് കാണാം. ഗ്രേവ്യാർഡ് ടൂറിസം. ഇത് ഫോർട്ട് കൊച്ചിയിലെ ഡച്ച് സെമിത്തേരി. ഉപയോഗശൂന്യമെന്ന് കരുതുന്ന ഇത്തരം സ്ഥലങ്ങൾക്ക് വലിയ ടൂറിസം സാധ്യതകളാണ് കൽപ്പിക്കപ്പെടുന്നത്. ഇന്തോനേഷ്യയും ശ്രീലങ്കയും ഒക്കെ ഇത്തരം ഉദാഹരണങ്ങളാണ്. ലോകമെമ്പാടും ലാഭകരമായി ഉയർന്നുവരുന്ന വ്യവസായമാണ് ശ്മശാന ടൂറിസം. പോർച്ചുഗീസ്, ഡച്ച്, ജൂത, ബ്രിട്ടീഷ് കുടിയേറ്റക്കാരുടെ ചരിത്രപരമായ ശവകുടീരങ്ങൾ സംസ്ഥാനത്തുടനീളം ചിതറിക്കിടക്കുന്നതിനാൽ ഈ മേഖലകളിൽ ശ്മശാന ടൂറിസത്തിന് സാധ്യതകൾ പ്രയോജനപ്പെടുത്താനാകും. ഫോർട്ട് കൊച്ചിയിലെയും കണ്ണൂരിലെയും കൊല്ലത്തെയും സെമിത്തേരികൾ സന്ദർശകർക്കായി തുറന്നുകൊടുക്കാനുള്ള ബോധവൽക്കരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കൊച്ചിൻ കളക്ടീവ്. അത് വെച്ചിട്ട് ഗവൺമെൻറ് വളരെ നന്നായി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും പ്ലസ് ആർക്കിയോളജിയും കൂടി ബന്ധപ്പെട്ടിട്ട് ഒരു വിങ് തന്നെ ഇടപെട്ടുണ്ട്. ഇത് എങ്ങനെ പൊക്കിക്കൊണ്ടുവരിക, ഇത് ഹൈലൈറ്റ് ചെയ്യുക, ആൾ വരാനുള്ള ഇടപെടൽ ചെയ്യുക. അത് ടൂറിസത്തിന് മാത്രമല്ല, ഹിസ്റ്ററിക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കണ്ണൂർ മുതൽ കൊല്ലം വരെ നീണ്ടുകിടക്കുന്ന 100-ലധികം ശ്മശാനങ്ങൾ കേരളത്തിലുണ്ട്. ഈ സ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട സർക്കാർ സജീവമായി ഇടപെടണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. വാസ്കോഡഗാമ ഉൾപ്പെടെയുള്ള ചരിത്ര പ്രസിദ്ധരായ ആളുകളുടെ ശ്മശാനങ്ങൾ കൊച്ചിയിൽ ഇപ്പോഴും അവശേഷിപ്പുകളായി നിലനിൽക്കുന്നു. ശ്മശാന ടൂറിസം എന്ന പുത്തൻ ആശയം വരുന്നത് വഴി ഇത്തരം സ്ഥലങ്ങളെയൊക്കെ പൈതൃക കേന്ദ്രങ്ങളാക്കി സംരക്ഷിച്ചു നിർത്താൻ കഴിയും. ഫോർട്ട് കൊച്ചിയിൽ നിന്നും VS രാഹുലിനൊപ്പം YS അഭിനന്ദ്, 24. ഫോർട്ട് കൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഈ ഗ്രേവ്യാർഡ് സന്ദർശിക്കാതെ തിരിച്ചു പോരുന്നവർ അപൂർവമായിരിക്കും. അവിടെ ആദ്യം പോകുന്നവർക്ക് എന്താണെങ്കിലും കാണാനുള്ള ചില അവശേഷിപ്പുകളിൽ ഒന്നാണ് ഈ ഒരു സെമിത്തേരി. എന്നാലും ടൂറിസത്തിന്റെ ഭാഗമൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഏത് സെമിത്തേരി ആണെങ്കിലും ഒന്ന് മോടി പിടിപ്പിച്ച ആൾക്കാർക്ക് ഒന്ന് പോയി കാണാൻ തോന്നണം, അല്ലേ? അല്ലാതെ കാട് പിടിച്ച് കിടക്കുന്ന ശ്മശാനങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. അതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ അതല്ല, നമുക്ക് ആ രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അതിനൊരു വലിയ സാധ്യതയുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിലൂടെ നമ്മളിപ്പോൾ കണ്ടത്.